വൈഫിനെയാണോ പേരൻസിനെയാണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഫസ്റ്റ് വരേണ്ടത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും പലപ്പോഴും പറയേണ്ടി വരുന്നത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് എന്താ പറയാ, നമ്മൾ കേപ്പബിൾ ആവുന്നത് വരെ മേ ബി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, നമ്മൾക്ക് ഇമോഷണലി ഫൈനാൻഷ്യലി പല രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അവരില്ലെങ്കിൽ നമ്മളില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു കണക്ഷൻ ഉള്ള ഒരാള് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ടും കൂടിയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. രണ്ടാളിൽ ആരാണ് പ്രയോറിറ്റി എന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ വൈഫിനാണെങ്കിലും ശരി, അമ്മയ്ക്കാണെങ്കിലും ശരി, അവർക്ക് അർഹിക്കുന്ന അറ്റൻഷനും കെയറും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇടയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അവർ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അവരിൽ ഫീൽ ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ ഇൻസെക്യൂർ ആവുന്നത് ആ സമയത്താണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു തുടങ്ങാം, ഞാൻ വേണമെന്നില്ലേ, ഞാനാണോ പ്രയോറിറ്റി. അപ്പൊ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല അവര് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കി അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനെ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാതെ പ്രയോറിറ്റി ഷിഫ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്റെ അമ്മേനെ ഒഴിവാക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ ആദർശത്തിന്റെ പുറത്ത് പറയുകയാണെങ്കിലും നിങ്ങളുടെ ലൈഫ് ലോങ് ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു കമ്പാനിയൻ കൂടിയാണ് മറ്റൊരാള്. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് ഹേർട്ട് ചെയ്യാതിരിക്കാൻ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ലൈഫ് എപ്പോഴും നമ്മളുടെ പാർട്ട്ണറാണ് നമ്മളുടെ കൂടെ ഇനിയുള്ള കാലം എപ്പോഴും ഉണ്ടാവുക. സോ ആ ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇപ്പൊ നമ്മൾ പാരന്റ്സിനെയോ പാർട്ട്നേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇപ്പൊ നമ്മൾ പറയും പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട്. സോ അവരാണ് നിങ്ങളുടെ പാരന്റ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരാണ് നിങ്ങളുടെ വൈഫ് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ആരും പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആവാം നിങ്ങളുടെ ലൈഫിലെ. സോ സ്പെസിഫിക് ആയിട്ട് എല്ലാവരുടെയും അമ്മമാരാണ് നമ്മൾ പ്രയോറിറ്റി ആയിട്ട് വരേണ്ടത്, അതുപോലെ എല്ലാവരുടെയും ഭാര്യമാരെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാൻ പറ്റില്ല. സോ അവിടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ആളുകളെ നോക്കി അവരുടെ ഇന്റൻഷൻസ് നോക്കി അവരവരുടെ ഫീലിങ്സ് പറയുകയാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ആക്ട് ചെയ്യാൻ. അല്ലാതെ അമ്മയെ ഒഴിവാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, വൈഫിനെ ഒഴിവാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ ആരും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് പേഴ്സൺ ആയിട്ട്.